ഇന്ന് ഡയലോഗിൽ നമ്മളോടൊപ്പം ഉള്ളത് വിജു ബി എന്ന പത്രപ്രവർത്തകനാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊച്ചി മെട്രോയുടെ എഡിറ്ററാണ് അദ്ദേഹം. മുംബൈയിൽ വിവിധ പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ പ്രശസ്തമായ മുംബൈയിലെ കലാപം, മുംബൈയിലെ പ്രളയം, ആദർശ് സ്കാം ആയിട്ട് ബന്ധപ്പെട്ട ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട സ്കാം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഗുജറാത്ത് കലാപം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിചയ സമ്പന്നനാണ്. സിന്ധുദുർഗയിലെ വിവാദപരമായ മൈനിങ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നമ്മുടെ സംസ്കാരം, ചരിത്രം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായത് 2018 മഹാപ്രളയത്തിന് ശേഷം ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിമനോഹരമായ പശ്ചിമഘട്ട മലനിരകൾ കിടക്കുന്ന തിരുവനന്തപുരം മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 6 സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഫ്ലഡ് ആൻഡ് ഫ്യൂറി എന്നുള്ള പുസ്തകമാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ മൂന്നാറിലെ രാജമലയിൽ 28ഓളം പേരുടെ സഹോദരങ്ങളുടെ ശവശരീരങ്ങൾ ഭൂമിക്കടിയിലാണ്. ഉരുൾപൊട്ടലുകൾ കേരളത്തിലൊരു നിത്യസംഭവമായി മാറുന്നു. നമുക്കറിയാം, ഈ വർഷവും 2018-ലും 2019-ലും എല്ലാം ഈ ഉരുൾപൊട്ടലുകൾ ധാരാളം ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഉരുൾപൊട്ടലുകൾ കേരളത്തിലുണ്ടായി. പശ്ചിമഘട്ട മലനിരകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന വിജുവുമായിട്ടുള്ള ഒരു ഡയലോഗാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. സാധാരണഗതിയിൽ ഒരു പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥകർത്താവോ ഒന്നും ചെയ്യാത്ത അനിതര സാധാരണമായ ഒരു യാത്രയിലൂടെയാണ്, പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള ഒരു യാത്രയിലൂടെയാണ് അങ്ങ് ഈ പുസ്തകത്തിൻ്റെ രചന ആരംഭിച്ചത്. ഈ അപൂർവമായ ഈ യാത്രാനുഭവത്തെപ്പറ്റി ഡയലോഗിലൊന്ന് പങ്കുവയ്ക്കാം. താങ്ക് യു സതീശൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഡിസ്കഷൻ കോൾ ഡയലോഗ്. ഐ ഡോണ്ട് നോ വെദർ ഐ ഡിസേർവ് ദിസ് പ്രൈസ്. പക്ഷേ ശരിയാണ്, ഈ പുസ്തകം ഫ്ലഡ് ആൻഡ് ഫ്യൂറി എന്നുള്ള പുസ്തകം ഇപ്പോൾ റിലീസായിട്ട് 1 വർഷം തികയുകയാണ്. 1 വർഷത്തിനിടെ നമുക്ക് നടന്ന കാര്യങ്ങളെല്ലാം അറിയാം. ഇത് ചെയ്യാനുള്ള വലിയൊരു കാരണം എന്ന് വെച്ചാൽ, സതീശൻ പറഞ്ഞതുപോലെ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞാനും എൻ്റെ കലീഗായ ശ്രീജിത്തും കൂടി, ഫോട്ടോഗ്രാഫർ ശ്രീജിത്തും കൂടി ടൈംസ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളിൽ അന്ന് പോസ്റ്റ് ഫ്ലഡ് ഇമ്പാക്റ്റ് പഠിക്കാനായിട്ട് കുട്ടനാടിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ പോയായിരുന്നു. അത് അപ്പോൾ ഞങ്ങൾ ഓഗസ്റ്റ് അവസാനമാണ് പോകുന്നത്. കാരണം ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മൾ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രാജഡി വരുമ്പോൾ, ഇപ്പോൾ തന്നെ നമ്മൾ രാജമലയിലുണ്ട്, ഭയങ്കരമായിട്ട് അത് നമ്മൾ കവർ ചെയ്യും ഭയങ്കരമായിട്ട്. ഇത് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നേ ഇല്ല. റിപ്പീറ്റഡായിട്ട് ട്രാജഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, എല്ലാ സ്ഥലങ്ങളിലും. ഈ വെസ്റ്റേൺ ഗാട്സ് റീജിയനിൽ മൊത്തം റിപ്പീറ്റഡായിട്ട് ട്രാജഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്നില്ല. അപ്പോൾ മീഡിയയുടെ ഒരു ഗ്രാമറിൻ്റെ പ്രശ്നമായിരിക്കാം, നമ്മൾ ന്യൂസിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. ഞങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ അപ്പോൾ കാണുന്നത് ടി വിയിലെ ഡിബേറ്റ്സാണ്. സതീശൻ ഉൾപ്പെടെയുള്ള ടി വിയിലുള്ള ഒരു വലിയ ലോങ്ങസ്റ്റ് ടി വി ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രളയം കേരളത്തിൽ മാൻമേഡ് ഡിസാസ്റ്ററാണോ, ഡാം തുറന്നു വിട്ടത് കൊണ്ടാണോ ഇവിടെ പ്രളയം നടന്നത്, അതുകൊണ്ട് മഴ കൊണ്ടാണോ എന്നുള്ള വലിയ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ടൊക്കെ വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് എക്കോളജിക്കൽ ഡിവാസ്റ്റേഷൻ വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട ഒരു ചെറിയൊരു യാത്രയിലുള്ള ഒരു ഉൾക്കാഴ്ചയിൽ എനിക്ക് മനസ്സിലായത്, ഈ ഒരു വെസ്റ്റേൺ ഗാട്സിൻ്റെ ഡിവാസ്റ്റേഷൻ ആണ് അണ്ടർലൈങ് ഫാക്ടർ. ഇവിടെ നടക്കുന്ന ഉരുൾപൊട്ടലാണെങ്കിലും ഇവിടെ നടക്കുന്ന ഫ്ലഡ്സ് ആണെങ്കിലും എല്ലാം മെയിൻ സ്ട്രീം മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഒരു യാത്ര ചെയ്താലോ. അത് യാത്രയ്ക്ക് ഞാൻ പെൻഗ്വിൻ ആണ് എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അപ്പോൾ പെൻഗ്വിന് ഞാൻ ഒരു പ്രപ്പോസൽ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഐ സെഡ് ദാറ്റ് ഐ ആം ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് ബുക്ക്. അതിനകത്ത് ഈ ഒരു പോയിൻ്റ്, അതായത് എക്കോളജിക്കൽ ഡിവാസ്റ്റേഷൻ ഓഫ് വെസ്റ്റേൺ ഗാട്സ് നമ്മൾ ചെയ്യണം. താങ്ക്ഫുള്ളി അവരത് അക്സെപ്റ്റ് ചെയ്തു, ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഗോവയും മഹാരാഷ്ട്രയുമുള്ള അവിടുത്തെ വെസ്റ്റേൺ ഗാട്സിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം ധാരണയുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്ത് കുറേ വെസ്റ്റേൺ ഗാട്സ്, ഇൻഫാക്ട് വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് തന്നെ ആദ്യം അതിൻ്റെ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് തന്നെ ഞാൻ സ്റ്റണ്ടായത് ഞാൻ ഈ പറഞ്ഞ സിന്ധുദുർഗിൽ പോയപ്പോഴാണ്. സിന്ധുദുർഗിലെ ഈ മൈനിങ്ങിനെ കുറിച്ച് 48 മലകൾ, 50,000 കോടി വില വരുന്ന 48 മലകൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്, അന്ന് അശോക് ചവാനായിരുന്നു, കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു. ആദർശ് സ്കാം വരുന്നതിന് ഒരു 2-3 മാസം മുന്നെയാണ് ഞാൻ സിന്ധുദുർഗ് പോകുന്നത്.
ഈ മലകളെല്ലാം ആ ഒരു മൈനിങ്ങിന് കൊടുക്കാൻ തുടങ്ങി. 50,000 കോടിയാണ് റിച്ച് ബോക്സൈറ്റ് ഓർ. അന്ന് ഗോവയിൽ ഭയങ്കരമായിട്ട് മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഗോവയിലൊക്കെ മൈനിങ്ങിലേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മലകൾ വെട്ടിയിട്ട് മല വെട്ടി നേരെ ചൈനയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. 90% മലകൾ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ വെർജിനായ റിസോഴ്സസ് ഇങ്ങനെ കൊണ്ടുപോവാണ് ഷിപ്പിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അപ്പോൾ അതൊന്നും ആരും ഒന്നും ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ അപ്പോൾ ഞാൻ സിന്ധുദുർഗിൽ പോയി സീരീസ് ഓഫ് റിപ്പോർട്ട്സ് ചെയ്തു. അന്നാണ് ഞാൻ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. സിന്ധുദുർഗാണ് ഞാനിവിടെ എറണാകുളത്തിൽ ജനിച്ച് വളർന്ന് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇടുക്കിയും പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മളങ്ങനെ യാത്ര ചെയ്യാത്തതുകൊണ്ടും ആയിരിക്കും ഇതിൻ്റെ ഒരു ഭയങ്കര റിച്ച് ആണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒന്നാണ്. എന്നിട്ട് നമ്മൾ സീരീസ് ഓഫ് റിപ്പോർട്ട്സ് ചെയ്യുകയും ഭാഗ്യത്തിനാണ് അന്നത്തെ പരിസ്ഥിതി എൻവയോൺമെൻറ്റ് മിനിസ്റ്ററായ ജയറാം രമേശ് ഒരു റിവ്യൂ കൊടുത്തു. ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയാണ്. ഈ 48 മലകളിലും ഇനി നമുക്ക് മൈനിങ് തുടങ്ങാൻ ഉള്ള അനുമതി കൊടുക്കാൻ പാടില്ല. അങ്ങനെ അപ്പോൾ അന്നേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനൊരു യാത്ര ചെയ്ത് ഇങ്ങനൊരു ഒരു ഇത് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ട്. പ്രളയം വന്നപ്പോൾ സിന്ധുദുർഗിലെ ഇൻ്റർവെൻഷൻ ഗുണപരമായി മാറി തടുത്തു നിർത്താൻ പറ്റി നമുക്ക്. അത്രയും വലിയൊരു സംഭവം. അതെ, അത് തടുത്തു നിർത്താൻ പറ്റി. അതൊരു എൻ്റെ ഒരു ജേർണലിസം കാരിയറിൽ വലിയൊരു നമുക്ക് എപ്പോഴും പറയുമല്ലോ 2 സ്റ്റോറീസ് എന്ന് പറയുന്നതിൽ ഒന്ന് സിന്ധുദുർഗും പിന്നെ ആദർ സ്കാമുമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിനേക്കാളും ഒക്കെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നു. കേരളത്തിൽ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഫ്ലഡ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ അന്ന് എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയാണ് ഞാൻ കവർ ചെയ്യുന്നത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. കസ്തൂരിരംഗനും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷേ പ്രളയം വന്നതോടെ ഇതെല്ലാം മാറി. പ്രളയം ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി കേരളത്തിൽ പോസ്റ്റ് ഫ്ലഡും പ്രീ ഫ്ലഡും കേരളയുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ ബേസിക് ഒരു കാര്യം. എനിക്ക് തോന്നുന്നു അതല്ലേ സതീഷിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു 1/2 ഡസനിലധികം പ്രാവശ്യം ഞാൻ നിയമസഭയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. പക്ഷേ ഒരു ഗൗരവതരമായ പ്രതികരണം ഒരു ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കളുടെ പുസ്തകത്തിൽ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ പരിസ്ഥിതിയെ താങ്കൾ ചരിത്രവുമായും അതുപോലെ തന്നെ കൾച്ചറുമായും സംസ്കാരവുമായും കൂട്ടിയോജിപ്പിക്കുകയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം. അതെങ്ങനെയാണത് സാധ്യമായത്? നല്ലൊരു ചോദ്യം. കാരണം എക്കോളജിയെക്കുറിച്ച് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ എക്കോളജിയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. സയൻറ്റിസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫ്ലോറ ആൻഡ് ഫോണിനെക്കുറിച്ചും. അതൊക്കെ നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു എക്കോസിസ്റ്റത്തെ കാണുമ്പോൾ നമ്മൾ മനുഷ്യരും അവിടുത്തെ മൃഗങ്ങളും അവിടുത്തെ പക്ഷിമൃഗം ഇതെല്ലാം കൂടി ഇഴചേർന്ന് ഉള്ള ഒരു എക്കോസിസ്റ്റമാണ് വെസ്റ്റേൺ ഗാർഡ്സ് എന്നല്ല എല്ലായിടത്തും. അപ്പോൾ നമ്മൾ എന്ത് എഴുതുമ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ മൈക്രോ കൾച്ചേഴ്സും അവിടുത്തെ സബ് കൾച്ചേഴ്സും ഇപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിലാണ് അവിടുത്തെ ട്രൈബൽ കൾച്ചേഴ്സും ഇതെല്ലാം കൂടി ഇഴചേർന്ന ഒരു വെബ് ഓഫ്. ഈ പമ്പയിലെ തന്നെ പറയുന്നത് അതെ, പമ്പയിലെ അതെ ഞാൻ ഈ പറഞ്ഞ പോലെ പമ്പയുടെ ഒരറ്റം മുതൽ താഴെ വരെ യാത്ര ചെയ്തു. പമ്പയുടെയും ഭാരതപ്പുഴയുടെയും ഒക്കെ സോഴ്സിൽ നിന്ന് താഴെ മുഴ യാത്ര ചെയ്യുന്നുണ്ട്. പുസ്തകത്തിൽ പറയുന്നുണ്ട്. പമ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ പമ്പ ശബരിഗിരി 3ാമത്തെ ഏറ്റവും വലിയ പുഴയാണല്ലോ കേരളത്തിൽ. 176 കിലോമീറ്റർ ലോങ് പോകുന്ന പുഴ. മുകളിൽ നിന്ന് പുള്ളാച്ചിമേട് മലയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പത്തനംതിട്ട വഴി കുട്ടനാടിലേക്ക് വരുന്ന പുഴയാണ്. ആ പുഴ എന്ന് പറയുന്നത് എന്തൊരു റിച്ച് ആയിട്ടുള്ള, നമ്മളതിൻ്റെ ഹിസ്റ്ററി വായിക്കുമ്പോഴാണ് അറിയുന്നത്. പമ്പ വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറയും. പമ്പ നദീതട സംസ്കാരം എന്ന് പറയും. ഗംഗയുടെ അത്ര തന്നെ പഴമയുള്ള ഒരു സിവിലൈസേഷനാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിരുന്നു പമ്പ. അതിൻ്റെ സൈഡിൽ അതിൻ്റെ നദീതടങ്ങൾ ഇവോൾവ് ചെയ്ത സൊസൈറ്റി, മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. നമ്മൾ ആറന്മുളയിൽ പോയി കഴിഞ്ഞാൽ ആറന്മുള കണ്ണാടി. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ഇവോൾവ് ചെയ്ത ഒരു നദീതട സംസ്കാരമാണ് അവിടെ ഉണ്ടായത്. ഇന്നത്തെ പമ്പയുടെ അവസ്ഥ നോക്കിയാൽ മതി. നമുക്ക് ശബരിമലയിൽ നിന്ന് തുടങ്ങാം. ഞാൻ അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ശബരിമലയിൽ പമ്പയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ മതി. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് BOD മോഡറേറ്റ്ലി പൊല്യൂട്ടഡ് റിവറിൽ ഒരു 7 mg 2 mg മുതൽ 8 mg ആണ് mg/ലിറ്ററാണ് ഉണ്ടാകുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. പമ്പയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ 160 mg/ലിറ്ററാണ്. അത് പമ്പ ഹാസ് ടേൺഡ് ഇൻടു സിവേജ് വാട്ടർ. ആ പമ്പയുടെ ആ ഒരു ഏരിയയിൽ മാത്രം സന്നിധാനത്തിൻ്റെ അവിടെ നിന്ന് പോകുന്ന പമ്പയുടെ ആ ഒരു സ്ട്രെച്ചിലെ കറുത്ത വെള്ളത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പമ്പയെ സംരക്ഷിക്കാം? നമ്മൾ പമ്പയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വലിയൊരു സംഭവം ഉണ്ടായില്ല, ഈ സ്ത്രീകൾ കയറണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ടല്ല. പക്ഷേ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് റവന്യൂ എന്ന് പറയുന്നത് 200 കോടിയാണ്. ഞാൻ പറയുന്നത് വലിയതൊന്നും വേണം, ഒരു 10% അല്ലെങ്കിൽ ഒരു 5% നമ്മൾ അതിന് ഈ പമ്പ പുണ്യനദിയാണെന്നാണ് പറയുന്നത്. പുണ്യനദി ദക്ഷിണ ഗംഗയാണ്. ദക്ഷിണ ഗംഗയാണ്. അതിനൊരു ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ആലോചിക്കുന്നില്ല. അപ്പോൾ പക്ഷേ റിപ്പോർട്ട് ആഫ്റ്റർ റിപ്പോർട്ടാണ് ഈ പമ്പയെക്കുറിച്ച് വന്നിരിക്കുന്നത്. അതായത് ശബരിമല ഹാസ് ടേൺഡ് ഇൻടു എ കോൺക്രീറ്റ് ജംഗിൾ എന്നാണ്
സുപ്രീം കോർട്ട് എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടിൽ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രളയം കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്നു പുസ്തകത്തിൽ പറയും. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ടൈഗർ കോറിഡോർസ് മുഴുവൻ അവിടെ ഫ്രാഗ്മെൻറ്റഡ് ആയി എന്നുള്ള കാര്യം. CAGയുടെ റിപ്പോർട്ട് ആഫ്റ്റർ റിപ്പോർട്ട്. നമ്മൾ ശബരിമല മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു അല്ലേ, എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആറന്മുള. ശരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, സ്വത്വം എന്ന് പറയുന്നത് ആ കൾച്ചറാണ്, അതാണ് നിലനിർത്തേണ്ടത്. അല്ലാതെ അവിടെ ഒരു കമേഴ്സ്യൽ പ്ലേസ് ആക്കി മാറ്റി അവിടെ എത്ര കോടി ആളുകൾ വരുന്നു എന്നുള്ളതിൻ്റെ കണക്കല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ആ സ്വത്വത്തെ, ആ ഐഡന്റിറ്റിയെ നിലനിർത്താൻ, ആ കൾച്ചറെ നിലനിർത്താൻ നമുക്ക് പറ്റില്ല. കാനനവാസനല്ലേ അയ്യപ്പൻ? അതെ അതെ, കാനന അല്ലെ, കാടിന്റെ അതാണ് അതിന്റെ സ്വത്വം. അതാണ് അബോർഡ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ കാനനവാസന അയ്യപ്പൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് ശബരിമലയുടെ ഇന്ന് താഴത്തേക്ക് വരുമ്പോഴേ പത്തനംതിട്ടയുടെ ഒരു ക്വാറിങ്ങിൻ്റെയൊക്കെ കാര്യം പറയും. പത്തനംതിട്ടയിൽ ചമ്പൻമുടി കുന്നാണ് പത്തനംതിട്ട ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്ക്. അവിടെ എന്തൊരു ക്വാറിങ് ആണെയോ. പമ്പ ബേസിനിൽ മാത്രം 176 ക്വാറിയുള്ളത്. 176 ക്വാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. പത്തനംതിട്ടയിൽ നിന്ന് താഴത്തേക്ക് ആറന്മുളയിൽ വരുമ്പോൾ ആറന്മുള കണ്ണാടി ആർട്ടിസൻസൊക്കെ ഒഴുകി ഈ പ്രളയത്തിൽ ഒഴുകിപ്പോയ കഥയും, പിന്നെ അവിടുന്ന് താഴത്തേക്ക് വരുമ്പോൾ പമ്പ വന്ന് ചേരുന്നത് കുട്ടനാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ സ്ഥലവും ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയത്. കാരണം ഇത്രയും മനോഹരമായ സ്ഥലം, നമ്മൾ വെനിസ് ഓഫ് ദ ഈസ്റ്റ് എന്നൊക്കെ അല്ലേ പറയുന്നത് കുട്ടനാട്. ഈ 800 സ്ക്വയർ കിലോമീറ്റർ ലോങ് റീജിയൻ, കുട്ടനാട് റീജിയൻ എന്നുള്ളത് എൻ്റെ പുസ്തകത്തിൻ്റെ എല്ലാ ചാപ്റ്ററും തുടങ്ങുന്ന ഒരു കവിത കൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത് ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു കുറേ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പോസിറ്റിവിറ്റി, ഈ സതീശൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പോസിറ്റീവ് സാധനങ്ങളും കൂടി പറയണം. അപ്പോൾ ഇതിനകത്ത് കാവാലത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഫേമസ്, ഇത് വലിയ പാട്ടൊക്കെ ആയിട്ട് വന്നതാണ്. അത് ആ കുട്ടനാടിലൊരു കർഷകൻ, അവിടെ എനിക്ക് തോന്നുന്നു കർഷകൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാണുന്ന, ഇമാജിൻ ചെയ്യുന്നതാണ് കാവാലം. ഈ പാട്ട് നിങ്ങൾക്ക് കേട്ട് കാണുന്നത്. കറുകരക്കാർ മൂകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തി ജിഗി ജിഗി തക്കം ധൈരൈ ജിഗി ജിഗി തക്കം ധൈരൈ ജിഗി ജിഗി തക്കം ധൈ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാവാലത്തിൻ്റെ കവി ഒരു കാർമേഘം, ഒരു കറുത്ത ഒരു ആന പോലെ ഇങ്ങനെ ആനയുടെ രൂപത്തിൽ ഇങ്ങനെ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഭംഗിയുള്ള കുട്ടനാടാണ്. അത്ര ഭംഗിയുള്ള കുട്ടനാടിന് ഇപ്പോഴത്തെ അവസ്ഥയാണ് സങ്കടം വരും. ഒന്ന് ഏറ്റവും വലിയ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ, അവിടെ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആദ്യത്തെ ഫാമേഴ്സ് യൂണിയൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഫാമേഴ്സ് യൂണിയൻ പള്ളാത്തുരുത്തിലൊരു ചെറിയ ചായക്കടയിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുന്നപ്ര വയലാർ സമരവും എല്ലാം നമ്മുടെ പശ്ചാത്തലം ലാൻഡ് റിഫോം മൂവ്മെൻറ്റ്സ് തുടങ്ങി എല്ലാം കുട്ടനാട് നിന്നാണ് തുടങ്ങുന്നത്. കുട്ടനാടത്തിൻ്റെ റിച്ച് ആയിട്ടുള്ള റീജിയനാണ്. ഇപ്പോഴത്തെ കുട്ടനാടിൻ്റെ അവസ്ഥ, ഒന്ന് അവിടുത്തെ കൃഷിക്കാരുടെ ഒരു ഭീകരമായിട്ട് 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ഈ സ്പിൽവേ, തോട്ടാപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു അവസ്ഥയും മാലിന്യം. അതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്റ്റഡിയിൽ പറയുന്നത്, കുട്ടനാട് ഹാസ് ടേൺഡ് ഇൻടു എ വേസ്റ്റ് ലാൻഡ് എന്നാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും വരുന്ന ടൗൺഷിപ്പിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം കൂടി വന്നിട്ട് ഇവിടെ വന്നിട്ട് കുട്ടനാടിൻ്റെ എക്കോസിസ്റ്റം കൂടെ താറുമാറാവുക. പ്രശ്നം നമുക്ക് പറയാം അതെന്താ കുഴപ്പമെന്ന് പറയാം അവിടെ. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ കൃഷി നടക്കുന്നത്. ഈ അരിയാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്. കൈനഗിരിയിൽ പോയപ്പോൾ ഞാൻ, കൈനഗിരി എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പർ കുട്ടനാടാണ്. അവിടെ നിന്ന് പിന്നെ വെമ്പനാട് കായൽ തുടങ്ങുകയാണ്. കൈനഗിരിയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ വെള്ളം മുഴുവൻ പൊള്യൂട്ടാണ്. കുട്ടനാടിൽ ഒന്ന് ആലോചിച്ചാൽ യു ഹാവ് വാട്ടർ ഓൾ അറൗണ്ട്, ദെർ ഇസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വെള്ളം പോലും നമുക്ക് കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ എൻ്റെ പുസ്തകത്തിൽ തുടങ്ങുന്ന കുട്ടനാടിലൊരു കർഷകനുണ്ട്, തകഴിയിലൊരു കർഷകനാണ്. അയാളുടെ പേര് ദേവദാസ് എന്നാണ്. അപ്പോൾ ദേവദാസിൻ്റെ വണ്ടകാപുരം പാടശേഖരമുണ്ട്, അത് മുഴുവൻ വെള്ളത്തിനടി പോയി 2018. ഇന്നലെ ഞാൻ ദേവദാസിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെറിയൊരു കമ്മ്യൂണിറ്റി ലെവലിൽ കുറച്ച് വെള്ളം കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വീണ്ടും സാറേ, അപ്പോൾ പുള്ളിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കും. പുള്ളി പറഞ്ഞു സാറേ വീണ്ടും അവിടെ വെള്ളം കയറി, നമ്മുടെ പാടങ്ങളെല്ലാം പാടൊക്കെ വെള്ളത്തിനിടയിലാണ്. പക്ഷേ എന്നാൽ പോലും എന്നിട്ട് ഈ 2018 പ്രളയം കഴിഞ്ഞിട്ടും അവരവിടെ കൃഷി ഇറക്കി. അതാണ് കുട്ടനാട് കർഷകൻ്റെ റെസിലിയൻസ് എന്ന് പറയുന്നത്. അത്രയും ഫൈറ്റിംഗ് അഗേൻസ്റ്റ് നേച്ചറിൻ്റെ അഡ്വേഴ്സിറ്റീസിനെ മുഴുവൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കുട്ടനാട്ടിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഏറ്റവും കൂടുതൽ രാജ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നിയമസഭയിൽ ഇത് ചർച്ച വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഗ്രീൻ MLA എന്നറിയപ്പെടുന്ന ഭരണകക്ഷിയിലെ 6 പേരും പ്രതിപക്ഷത്തെ ഒരു MLA ശ്രീ മുല്ലക്കര രത്നാകരനാണ്, എനിക്ക് ഓർമ്മയുണ്ട്. 7 പേർ മാത്രമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നത്.
പക്ഷെ ഞങ്ങൾ 7 പേരും എല്ലാ ശൗര്യവും കൊണ്ട് അന്ന് അതിനെതിരായിട്ട് പോരാടി. പക്ഷേ ആ കാലഘട്ടത്തിൽ നടത്തിയ ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുണ്ട്. ഗാഡ്ഗിലിനെതിരായി, ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ശുപാർശകൾക്കെതിരായി, ഗ്രീൻ ഹൗസ് ആക്കണം എന്ന് പറഞ്ഞത് പച്ച പെയിൻ്റ് അടിക്കാനാണ് പറഞ്ഞത്. 2 പശുക്കൾ കൂടുതൽ ഉണ്ടായാൽ പശുക്കളെ ഫോറസ്റ്റ് പിടിച്ചുകൊണ്ട് പോകും, അവിടെ വീടുകൾ വയ്ക്കാൻ പറ്റില്ല, മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ അവിടെ പറ്റില്ല, ഒരു സാധ്യതകളും ഇല്ലാത്ത ഒരു സ്ഥലമായി അത് മാറും, കർഷകനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടും തുടങ്ങിയ ധാരാളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ധാരാളം ക്യാമ്പയിനുകൾ അന്ന് കേരളത്തിലുണ്ടായി. അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ആ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിൽ വീണുപോയി. ഇന്ന് താങ്കളുടെ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിലുമായി ഇന്നലെ സംസാരിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട്. മാധവ് ഗാഡ്ഗിൽ ഇത് വളരെ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്ന ധാരാളം കാര്യങ്ങളാണ്. അങ്ങയുടെ പുസ്തകത്തിലും ഈ കുടകിലും ഇടുക്കിയിലും വയനാട്ടിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ലാൻഡ് സ്ലൈഡുകളെക്കുറിച്ച് പ്രവചന സ്വഭാവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുപോലെ നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവും എത്രമാത്രം പ്രധാനപ്പെട്ടതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? തമാശയാണെങ്കിലും പറയാം, മാധവ് ഗാഡ്ഗിൽ ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ മഹാബലി വരുന്ന പോലെ ഓണത്തിൻ്റെ പ്രളയത്തിൻ്റെ സമയത്ത് വരുന്നു എന്ന് പറഞ്ഞ് പക്ഷേ അത് ശരിയാണ്. ഞാൻ ഓഗസ്റ്റ് 5 ഞാൻ ഈ ബുക്ക് റിലീസ് ചെയ്തു. ഓഗസ്റ്റ് 7 പുത്തുമല ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കൊടകും വയനാടും ഇടുക്കിയിലുമൊക്കെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു കുറേ സ്റ്റഡീസിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. 2 കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വാറീസിൻ്റെയൊക്കെ ഒരു വലിയൊരു കഥ ഇത് ഇരിപ്പുണ്ട്. രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് നമ്മളത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ വയനാടിലും ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. 3 പേരുടെ സ്റ്റഡിയാണ് ഞാൻ ബുക്കിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ദാനേഷ് കുമാറും ശ്രീനാഥും കൂടി നടത്തിയൊരു സ്റ്റഡിയാണ്. ഒരു 28 വർഷത്തെ വയനാട്ടിലെ മഴയുടെ പാറ്റേൺ ആണ് അവരവിടെ സ്റ്റഡി ചെയ്തത്. അവർ പറയുന്നത് മഴയുടെ പാറ്റേൺ വയനാടാണെങ്കിലും അതെ ബാക്കി വെസ്റ്റേൺ ഘാട്ട് റീജിയനിലൊക്കെയാണ് മഴയുടെ പാറ്റേൺ അങ്ങോട്ട് മുഴുവൻ മാറി. പണ്ടെന്ന് പറഞ്ഞാൽ ചിനിക്ക് പതുക്കെ യൂണിഫോം ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് വന്നതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് കൂടി വേറെ ഉണ്ട് ഇതിൻ്റെ പുറകെ. അതെ. അപ്പോൾ അത് അല്ല ഞാൻ പറഞ്ഞ അത് ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ വേണം നമ്മൾ ബാക്കിയുള്ള ഇത് പറയാൻ. അപ്പോൾ 28 വർഷത്തെ സ്റ്റഡിയിൽ അവർ പറയുന്നത് മോഡറേറ്റ് റെയിൻഫോൾ ഇല്ല. ഇപ്പോൾ ഈ കൊല്ലം അതല്ലേ നടന്നത്. ജൂലൈയിൽ മഴയില്ലായിരുന്നു. പെയ്ത മഴ 3 മാസത്തേക്കുള്ള മഴ 10 ദിവസം കൊണ്ട് പെയ്യുകയാണ്. ഇടുക്കിയിൽ അവർ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് 900 mm റെയിൻഫോളാണ് പെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ രാജമലയിൽ 200 mm ഒക്കെയാണ് ഒരു ദിവസം കൊണ്ട് പെയ്തിരിക്കുന്നത്. അത് ആഴ്ചകളോളം പെയ്യേണ്ട മഴ. അപ്പോൾ ഇൻറ്റൻസീവായിട്ട് റെയിൻഫോൾ ഉണ്ട്. അത് നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കിയേ പറ്റൂ. അതുണ്ട്. അതിന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ മഴ പെയ്യുന്ന ഒരു വെസ്റ്റേൺ ഘാട്ട് റീജിയനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം? അതാണ് ഏറ്റവും വലിയ ഡിബേറ്റ്, ഏറ്റവും വലിയ ഒരു കാതലായ പോയിന്റ്. മീഡിയയിൽ ചർച്ച ചെയ്യാൻ ഉള്ളൊരു അവസരം നമ്മൾ നഷ്ടപ്പെട്ടോ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു യഥാർത്ഥത്തിൽ അത് നടപ്പാക്കുക അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുക എന്നതിനേക്കാൾ പ്രധാനമായി കേരളം ചെയ്യേണ്ടിയിരുന്നത് ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഒരു കർഷകനെ ദ്രോഹിക്കുന്നതാണോ, മനുഷ്യനെ ദ്രോഹിക്കുന്നതാണോ, ആവാസ വ്യവസ്ഥയെ സഹായിക്കുന്നതാണോ എന്ന് പോലും ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എനിക്ക് പറയാനുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഒരുപാട് ആക്ട്സ് ഉണ്ട് കാട് പ്രൊട്ടക്ട് ചെയ്യുക. അതിനിപ്പം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു പ്രൊഫൈൽ, ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ കാടിനെ നമ്മൾ കാടിന് ചുറ്റുമുള്ള ബഫർ സോൺസ് എന്ന് പറയും. ഈ ബഫർ സോൺസ് ആണ് അതിൻ്റെ ഫ്ലഷ്. വെസ്റ്റേൺ ഗാർഡ്സിനെ ഞാൻ പണ്ട് കാളിദാസൻ പറഞ്ഞ പോലെ ഒരു സുന്ദരിയായ ഒരു യുവതിയാണെങ്കിൽ അതിൻ്റെ സ്കെലിറ്റനാണ് വെസ്റ്റേൺ ഗാർഡ്സ്. അതിന് ചുറ്റുമുള്ള ഫ്ലഷും അതിന് ചുറ്റുമുള്ള അങ്ങനെയാണ് കാളിദാസിൻ്റെ ഒരു അതിമനോഹരമായ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് ഇടുക്കി തലയും താഴത്തേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രത്തിനെയും കാലെന്നുള്ള ഡിസ്ക്രിപ്ഷൻ എന്ത് മനോഹരമായ ഡിസ്ക്രിപ്ഷനാണ്. എന്തായാലും ഈ ഫ്ലഷിനെ അതായത് ഇതിന് ചുറ്റുമുള്ള ഈ ബഫറാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ബഫർ സോൺസിന് കാരണം ഈ ബഫർ സോൺസിലാണ് നമ്മുടെ എല്ലാ പുഴകളുടെയും ഉറവിടം. ഈ ബഫർ സോൺസിൽ ഇപ്പോൾ ഇടുക്കിയുടെ പെരിയാറാണെങ്കിൽ എല്ലാം അവിടെ തുടങ്ങുന്നതിന് ചെറിയ ചെറിയ സ്ട്രീംസ് ഉണ്ടല്ലോ, മൈക്രോ സ്ട്രീംസ് എല്ലാം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബഫർ സോൺസിനെ നമ്മൾ അപ്പോൾ അങ്ങേര് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് അങ്ങേര് ഇതിനെ ഒരു യൂണിഫോമായിട്ട് ഗ്രേഡ് ചെയ്തു. എക്കോളജിക്കലി സെൻസിറ്റീവ് 1, 2, 3. സോൺ 1 എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീനായിട്ട് വെക്കണം. അതിനകത്ത് നമ്മളൊന്നും ചെയ്യാൻ കാരണം ഈ പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാം സോഴ്സ് റിവറിൻ്റെ സോഴ്സും എല്ലാം അവിടെ നിന്നാണല്ലോ വരുന്നത്. അത് തൊട്ട് കഴിഞ്ഞാൽ പോയി. അതെ. അപ്പോൾ സോൺ 1 നമുക്ക് റെഡ് ഇൻഡസ്ട്രീസ് പാടില്ല, തേർമൽ പ്ലാന്റ്സ് പാടില്ല, വലിയ വലിയ സമുച്ചയങ്ങൾ കെട്ടാൻ പാടില്ല, മോണോക്രോപ്പ് കൾട്ടിവേഷൻ, റബ്ബർ,
പ്ലാന്റേഷൻ, ഇപ്പോൾ പുത്തുമലയിലൊക്കെ സംഭവിച്ചതല്ലേ, റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു മുകളിലൊക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഈ സാധനങ്ങളൊന്നും ഇവിടെ പാടില്ല. പക്ഷേ കർഷകർക്ക് വേണ്ടതെല്ലാം അവിടെ ചെയ്യാം. കർഷകർ ഇപ്പോൾ ഉള്ള കാപ്പിത്തോട്ടങ്ങളൊന്നും തുടരണം, ഒരു കാര്യവും ചെയ്യണം. കർഷകരുടെ എതിരെയല്ല, ഫാമേഴ്സിൻ്റെ എതിരെയല്ല, ആനിമൽ ഹസ്ബൻഡറിയും കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഇടുക്കിയുടെ കർഷകരൊക്കെ ഇത്ര ഒരു രീതിയിൽ. പിന്നെ അയാൾ പറയുന്നുണ്ട് വീടുകൾ, അവിടെ ഉള്ള വീടുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് റിപ്പയർ ചെയ്യുന്നതിന് അയാൾ ഒരു ഇതും പറയുന്നില്ല. പിന്നെ പറയുന്നത് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ടൗൺഷിപ്പ് എക്സ്പാൻഡ് ചെയ്തോളൂ, അതിനും അയാൾ പറയുന്നില്ല. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ സോൺ 2-ലും സോൺ 3-ലും ക്വാറിങ് വരെ സംഭവിച്ചിട്ടുള്ള തമാശ അത് വായിച്ചു കഴിഞ്ഞാലേ. അപ്പോൾ അത് ക്വാറിങ്ങിൻ്റെ എതിരാണെന്ന് പറയുന്നതും തെറ്റാണ്. അപ്പോൾ സോൺ 1 നമ്മൾ കാരണം ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. സത്യം, ഈ ലോകത്തിലെ നമ്മൾ നോക്കിയാൽ മതി, ഫോർവേഡ് ലുക്കിംഗ് ആ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ്, ആൽപ്സ് ആണെങ്കിലും അവർ ആൽപ്സിനെയൊക്കെ അവർ സേവ് ചെയ്യല്ലേ. അവർ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് ആൽപ്സൊക്കെ അസൂയപ്പെടുന്ന രീതിയിൽ സേവ് ചെയ്യും. നമ്മൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ഇവിടെ എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഫോർ ദ സേക്ക് ഓഫ്, അതായത് എത്ര വലിയ വെൽത്ത് ആണെന്നുള്ളതാണ്. അതാണ്, അതായത് ഇൻവാല്യുബിൾ, അമൂല്യമായ സ്വത്താണ്, വില കണക്കാക്കാൻ പറ്റാത്ത, വിലമതിക്കാൻ പറ്റാത്ത സ്വത്താണ്. എത്ര നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇത് രൂപപ്പെട്ടു വന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ്. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവും. നമ്മൾ നിലനിർത്തുന്ന ഒന്നാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ സിന്ധുദുർഗിലെ മൈനിങ്ങിനെ കുറിച്ചും ഗോവയിലെ മൈനിങ്ങിനെ കുറിച്ചും അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനെ കുറിച്ചും ഏറ്റവും വലിയ ലുക്രേറ്റീവ് ബിസിനസ്സാണ് ഇന്ന് ക്വാറിയിങ് എന്ന് പറയുന്നത്. ക്വാറിയിങ് ഒന്നും വേണ്ടെന്നൊന്നും നമ്മളാരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ പോലും 6000-ഓളം ക്വാറികൾ പ്രവർത്തിക്കുന്നു. സത്യത്തിൽ 1000-700 ക്വാറികൾ മാത്രമാണ് ലൈസൻസ് ഉള്ളത്. ലൈസൻസ് ഉള്ളവർ പോലും അവർക്ക് അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഗോവയിലൊക്കെ ഇപ്പോൾ നമ്മൾ ചെന്ന് ക്വാറിയിങ് നടത്തിയ സ്ഥലങ്ങൾ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതിലേക്ക് തന്നെയല്ലേ കേരളവും സത്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ്. ഈ ഞാൻ പറയുന്നത് ക്വാറിയിങ് മാത്രമാണ് ഈ ലാൻഡ് സ്ലൈഡിന് കാരണം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കല്ല പോകുന്നത്. നമുക്ക് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കാർഷിക രീതികളുണ്ടാകും, അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സന്തുലിതമായ കാർഷിക രീതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടി വരും. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് മാറ്റേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമഗ്രമായി ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ക്വാറിയിങ് എന്ന് പറയുന്നത് അതൊരു വലിയ ബിസിനസ്സായി മാറിയതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഗാഡ്ഗിലിനെതിരായിട്ട് നടന്നതിൻ്റെ പുറകിൽ പോലും അത്തരം ചില ലോബികൾ, ഞാനവരെ മാഫിയ എന്നൊന്നും വിളിക്കുന്നില്ല, നമുക്കറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് അവരെല്ലാം. പക്ഷേ ഒരു ലോബിയിങ് അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം പുഴയിൽ നിന്ന് വാരണമെങ്കിൽ ഒരു ഓഡിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ സെസ് പോലുള്ള സ്ഥാപനങ്ങൾ വന്ന് ഓഡിറ്റ് ചെയ്യും. അതുപോലെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് എത്രമാത്രം കല്ലുകൾ നമുക്ക് എടുക്കാം, എത്ര ക്വാറിയിങ് നടത്താം, അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ബോക്സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മൈനിങ് നടത്താൻ അവിടെ ഒരു ഓഡിറ്റിംഗ് നടത്തണ്ടേ? എത്രമാത്രം ചെയ്യാം, പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ എത്രമാത്രം നമുക്ക് എടുക്കാം, എത്രമാത്രം അവിടെ നമുക്ക് നിലനിർത്തണം എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാം വാദിക്കുന്നത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്നാണ് വാദിക്കുന്നത്. പക്ഷേ ഗോവയിൽ നിന്ന് മുഴുവൻ പോയത് ചൈനയിലേക്കാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ല ഇത് പല സ്ഥലത്തും ഇത് ഉപയോഗിക്കപ്പെട്ടതും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് എങ്ങനെ നമുക്ക് മറികടക്കാൻ നമുക്ക് പറ്റും? വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 150 മില്യൺ ഇയേഴ്സ് ഓൾഡിലാണ് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ അത്രയും റിച്ച്, അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം നമ്മളൊരു ക്വാറി ഒരു ബ്ലാസ്റ്റിൽ ഒറ്റയടിക്ക് തീർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ഹെറിറ്റേജ്, മനുഷ്യർ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നതല്ലേ. ഇതിൻ്റെ ഏൻഷ്യൻ ഹെറിറ്റേജ് ഇന്ത്യൻ സിവിലൈസേഷനേക്കാളും ഹിമാലയത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുള്ള ഒരു എക്കോസിസ്റ്റമാണ് വെസ്റ്റേൺ ഗാർഡ് സിസ്റ്റം. അപ്പോൾ അത്രയും ഏറ്റവും കൂടുതൽ യുനെസ്കോ ഹെറിറ്റേജ് പദവി ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ തെറ്റായി വ്യാഖ്യാനിക്കും അത് വെസ്റ്റേൺ ഗാർഡ്സ് അതെന്തോ യുനെസ്കോ താല്പര്യം വെസ്റ്റേൺ താല്പര്യമാണെന്ന് പറയും. അതാണ്. അപ്പോൾ അതൊക്കെ ഈ ഡിസ്ഇൻഫർമേഷൻ കാണും. അപ്പോൾ ഈ വെസ്റ്റേൺ ഗാർഡ് എക്കോസിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഹെറിറ്റേജിനെ കുറിച്ച് നമ്മൾക്ക് ഒരു അവയർനെസ്സും ഇല്ല. അത് പോയി അങ്ങോട്ട് പൊട്ടിച്ചാൽ കഴിഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഈ താഴെ ക്വാറിയിങ് ചെയ്യുന്നതിൽ സതീശൻ പറഞ്ഞ പോലെ കുഴപ്പം നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെന്താ കേരള ഫ്ലഡ്സ് കഴിഞ്ഞിട്ട് ഒരു ലാൻഡ് സ്ലൈഡ് ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ക്വാറി ഓഡിറ്റ്, ഈ റിവർ ഓഡിറ്റ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതേയില്ല. 2018 കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ഒരു ഓർഡർ വന്നായിരുന്നു. അത് റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് 50 മീറ്ററിൽ നിന്ന് നമുക്ക് ക്വാറി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓർഡർ. 200 മീറ്ററിന് 50 മീറ്റർ ആക്കുക ചെയ്തു നമ്മൾ. 2018 മുതൽ 2019 വരെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണ് 3 കോടി ടൺ ഗ്രാനൈറ്റാണ് കേരളത്തിൽ ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരവസ്ഥയാണ്! കേരളത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3.something crore ഉള്ളൂ. നമുക്കൊക്കെ ഓരോ ടണ്ണ് കിട്ടിയെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അല്ല, എന്തൊരു അവസ്ഥയാണ്! ഞാൻ പറയും, അപ്പോൾ ഇത് ഒരു ഇതുമില്ലാതെ ഒരു ലാഘവത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വാറി കൊണ്ട് ലാൻഡ് സ്ലൈഡ് വരുന്നില്ല എന്ന് ഞാൻ
വിശ്വസിക്കുന്നില്ല. കാരണം അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് ആദവനാട് ക്വാറിയാണ്. ഞാൻ പാലക്കാട് യാത്രയിൽ പാലക്കാടിൽ ആദവനാട് എന്ന് പറഞ്ഞ ക്വാറി, ആദവനാട് ഹിൽസ് ഉണ്ട്. ആദവനാട് അവിടെ ഒരു ക്വാറിങ് നടക്കുന്നുണ്ട്. അത് അവിടെ ആ ക്വാറി ഒരു സൈഡിൽ വന്നിട്ട് ഒരു സൈഡിൽ ക്വാറി നടക്കണം, മറ്റേ സൈഡെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവിടെ 10 പേരാണ് മരിച്ചത് ലാൻഡ് സ്ലൈഡ്സിൽ. അവിടെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നെന്മാറ റേഞ്ചിൽ അവിടെ ഫോറസ്റ്റ് ഓഫീസർ ചെന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത്, സാറേ ഇതെല്ലാം അവിടെ ആ ഹിൽ റേഞ്ച് മുഴുവൻ റബ്ബർ പ്ലാന്റേഷൻസ് ആയിരുന്നു. ഇത് ആരോ കൺവേർട്ട് ചെയ്ത് ക്വാറിയാക്കി. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ക്വാറി നടക്കും. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ക്വാറി. പക്ഷേ ഈ 2 വർഷം കൊണ്ട് നിർത്തി വെച്ചുകൊണ്ടൊരു കാര്യമില്ല. ക്വാറി അതിൻ്റെ ബ്ലാസ്റ്റ് കൊണ്ട് അതിൻ്റെ സോയിലൊക്കെ ഡാമേജ് ലൂസായി. അതാണ് ഇപ്പോൾ നാളെ നമ്മളിവിടെ ക്വാറിങ് നടത്തുന്ന അടുത്ത കൊല്ലം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അതിൻ്റെ ഒരുപാട് അത് ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ട്രെമർ ഉണ്ടാവുന്നത്, അതിൻ്റെ സോയിൽ ലൂസ് ആവുന്നത് ഒന്നും ആരും സമീപ പ്രദേശങ്ങളിലും ദൂരത്ത് പോലും ഉണ്ടാവും. അതെ, അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം അനുസരിച്ചിട്ടുള്ള പിന്നെ അത് സോയിൽ ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ സജിൻ കുമാറിൻ്റെ ഒരു സ്റ്റഡി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഇപ്പോൾ രാജമലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മൂന്നാർ ഏരിയയിലൊക്കെ അങ്ങേര് പറയുന്നത് അവിടത്തേക്ക് മണ്ണ് എന്ന് പറയുന്നത് അതെ 5 മീറ്റർ തിക്നെസ് ഉണ്ടെന്നാണ് പറയുക മണ്ണ്. അപ്പോൾ ഭയങ്കര അത്രയും ഫ്രജൈലായ ഒരു ലാൻഡ്സ്കേപ്പാണ് മൂന്നാർ. 5 മീറ്റർ തിക്നെസ്സുള്ള ആ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് കുന്ന് വെട്ടിയിട്ട് അവിടെ ഒരു റിസോർട്ട് പണിയുകയും അല്ലേ, അവിടെ റബ്ബർ പ്ലാന്റേഷൻസ് വയ്ക്കുകയും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മളത് അവിടെ ചെടികൾ വയ്ക്കുകയാണ് വേണ്ടത്. കാരണം അത് ഇടുക്കിയുടെ ഒരു ഇത് പറയുക 30% 30% ഓഫ് ഇടുക്കീസ് ലാൻഡ് സ്ലൈഡ് പ്രോൺ അത് ഉണ്ട്. അപ്പോൾ എവിടേക്കാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊരു മാപ്പിംഗ് ഒക്കെ ചെയ്ത് മൈക്രോ മാപ്പിംഗ് ചെയ്തിട്ട് അവിടുന്ന് ആൾക്കാരെ മാറ്റൽ ഇപ്പോഴും നടന്നിട്ടില്ല. അപ്പോൾ ലാൻഡ് സ്ലൈഡ് ഇതൊരു വലിയ പോയിൻ്റാണ് പറയുക. ക്വാറി ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അതിന് എനിക്കറിയില്ല, അത് പൊളിറ്റിക്കൽ വില്ല് വേണോ അത് ചെയ്യണമെങ്കിൽ. ക്വാറിയെക്കുറിച്ചുള്ള ഒരു ഓർഡർ വന്ന പോലെ തന്നെയാണ് EIA നോട്ടിഫിക്കേഷൻ 2020 വന്നത്. എന്തൊരു ഷോക്കിംഗ് ആയ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ് ശരിക്കും പറഞ്ഞത്. അതിനകത്ത് പറയുന്നത് ഡിഫാക്റ്റോ ക്ലിയറൻസ്, അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങാം. ഒരു ഗുജറാത്ത് മോഡൽ ഒരു സാധനമാണ് ഇത് ശരിക്കും വരുന്നത്. അതിൻ്റെ റിപ്പർക്കഷൻസ് മനസ്സിലാക്കാണ്ടാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഒരു പണി ചെയ്യാം. ഇപ്പോൾ പുഴയുടെ തീരത്ത് എവിടെ വേണമെങ്കിലും നമുക്കൊരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ചെയ്യാം. ഇവർ പറയുന്ന എൻവയറമെന്റ് ഇമ്പാക്ട് സ്റ്റഡി പിന്നീടായാലും മതി. എൻവയറമെന്റ് ഇമ്പാക്ട് സ്റ്റഡിയും പബ്ലിക് ഹിയറിംഗും ഇല്ല. അതില്ല. അതിനേക്കാളും കൂടുതൽ ഈ മിനറൽസ് ആൻഡ് മെറ്റൽ യൂണിറ്റ് എന്നാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം. അതിന് EIA ഒന്നും വേണ്ട. അപ്പോൾ EIA വേണ്ട, ഇനി പബ്ലിക് ഹിയറിംഗ് വേണ്ട. അതായത് നിങ്ങളിതെല്ലാം വയലേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ മരടിലൊക്കെ നടന്നതല്ലേ, മരട് നമ്മൾ പണിയാൻ എല്ലാത്തിനും അനുമതി കൊടുത്തിട്ട് അവസാനം പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശ് മുഴുവൻ ആദ്യം നമ്മൾ അവിടെ ബ്ലെയിം ചെയ്യേണ്ടത്. അവിടെ ബ്ലെയിം ചെയ്യേണ്ടത് ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിയിൽ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് EIA 2020 എന്ന് പറഞ്ഞാൽ നമ്മൾ കോഫിലിന് അടിക്കുന്ന അവസാനത്തെ നെയിലാണ്, ഏറ്റവും അപകടകരമായ സംഭവം. അതിന് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്നുള്ളൊരു NGO ഉണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ ചെയ്തായിരുന്നു ഇതിനെതിരെ, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേര് അവർക്ക് കംപ്ലയിൻസ് അയക്കുന്നുണ്ട്. ഇത് നമ്മൾ കംപ്ലയിൻസ് അല്ല, ഇതിനൊരു കൊടുക്കുമല്ലോ, കൺസേൺസ് കൊടുക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ പോയി അപ്പോൾ ഇവരിലൂടെയാണ് ഈ ഇത് പോയിരുന്നത്. അത് MOFൻ്റെ ഇമെയിൽ ID-യിലേക്കാണ് ഇവർ സ്പാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പുറത്ത് ടെറർ ആക്ടിവിറ്റീസ് ഇവരെ പുറത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് നമുക്ക് മിണ്ടാൻ പറ്റാത്ത, പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ച ആൾക്കാരുടെ ഒരു അവസ്ഥ അവർക്കെതിരായിട്ട് ഇത് ഭയങ്കരമാണ്. എനിക്ക് തോന്നിയത്, നമുക്കിപ്പോൾ ഈ അശാസ്ത്രീയവും അനധികൃതവുമായ ഈ ക്വാറിയിങ്ങിനെ നമ്മൾ നിയന്ത്രിക്കുകയും കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ സന്തുലിതമായ ഒരു കാർഷിക രീതി നമുക്ക് അവലംബിക്കണം. അതെ, ഭൂവിനിയോഗത്തിൽ ശ്രദ്ധിക്കണം. ഭൂമി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധിക്കണം. ഒരു ബിൽഡിംഗ് ഓൾട്ടർനേറ്റീവ് വേണം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിലുള്ള കെട്ടിട നിർമ്മാണത്തിൽ നിന്ന് പകരമുള്ള ഒരു ബിൽഡിംഗ് ഓൾട്ടർനേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. അൺഓതറൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നടക്കുന്ന കൺസ്ട്രക്ഷനുകളെ കൃത്യമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. എനിക്ക് അങ്ങനെയുള്ള ചർച്ചയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമൂല്യമായ ഈ സമ്പത്ത് നമുക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതല്ല, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് കേരളത്തിലെ യുവത്വം, കേരളത്തിലെ ചെറുപ്പക്കാർ ഈ പശ്ചിമഘട്ട മലനിരകളുടെ കാവലാളുകളായി അവർ മാറണം, അതിൻ്റെ സംരക്ഷകരായി അവർ മാറണം. അവിടെ നടക്കുന്ന എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും എതിർക്കുന്ന രാഷ്ട്രീയപരവും മതപരവുമായ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം അതിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പുതിയ യുവതലമുറ, അതിനെ സംരക്ഷിക്കുന്നവർ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങയെപ്പോലുള്ള ഒരു പത്രപ്രവർത്തകൻ്റെ ദൈനംദിനമായ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പൈതൃക സ്വത്തിനെക്കുറിച്ചും അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ഒരു തീർത്ഥയാത്ര പോലെ നടത്തുകയും അതൊരു മനോഹരമായ
ഫ്ലഡ് ആൻഡ് ഫ്യൂരി എന്നുള്ള പുസ്തകമായി മാറുകയും ചെയ്തു. അങ്ങ് ചെയ്ത സംഭാവനകൾ വിലപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള പ്രത്യേകമായ നന്ദി പറയാം. താങ്ക് യു സോ മച്ച്.